നമ്മൾ ടെലികോളിങ്ങിൻ്റെ ഫസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇന്നത്തെ ട്രെയിനിങ്ങിൽ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ജസ്റ്റ് 6-7 മിനിറ്റോടുകൂടി നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് ഏകദേശം കുറച്ചധികം എപ്പിസോഡ്സ് നമുക്ക് എന്തിനു വരുന്നുണ്ട്, നമ്മുടെ ട്രെയിനിങ് മൊഡ്യൂൾസിൽ വരുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ആ ട്രെയിനിങ് ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ടെലികോളിങ് ചെയ്യാൻ പാടുകയുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ നമ്മൾ ഒബ്ജക്റ്റീവ്സ്, ടെലികോളിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ടെലികോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതേപോലെ പ്രീ സ്റ്റെപ്സ്, നമ്മൾ ടെലികോളിങ് ചെയ്യുന്നതിന് മുന്നേ പ്രീ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതേപോലെ പ്രോസസ്സിങ്, നമ്മൾ ടെലികോളിങ് ചെയ്യുന്ന സമയത്തുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്, പിന്നെ ഫാക്ട് ഷീറ്റ് എന്താണ്, പിന്നെ സിസ്റ്റം പ്രൊമോഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഇന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. സോ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ടെലികോളിങ് ചെയ്യേണ്ട, എന്താണ് നിങ്ങൾ ടെലികോളിങ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നില്ല. സോ അത് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിലായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ട്രെയിനിങ് സെഷനിലായിരിക്കും പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നമ്മൾ ടെലികോളിങ്ങിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് മാത്രമേ വരുന്നുള്ളൂ. സോ ഈ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഒന്ന്, നമ്മുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യുക, നമ്മുടെ വെക്കേഷൻ കോഴ്സ്, നമ്മുടെ കോഴ്സുകളിലേക്ക്, നമ്മുടെ കോഴ്സുകൾ വരുന്നുണ്ടല്ലോ. സോ ഈ കോഴ്സിലേക്കുള്ള ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അതിലേക്കുള്ള അഡ്മിഷൻസ് കൊണ്ടുവരിക, ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മോട്ടിവേഷൻ, നിങ്ങൾക്ക് ചെറിയ ചെറിയ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ഗോൾസ്, കമ്പനിയുടെ ഗോൾസ് എന്താണോ അത് കറക്റ്റായിട്ട് അറ്റൈൻ ചെയ്യുക, കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. സെക്കൻഡ്, ഇമ്പോർട്ടൻസ് ഓഫ് ടെലികോളർ, നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നതാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ പറയുന്നത്. ഇതിൽ നമ്മൾ പറയുന്ന ഫസ്റ്റത്തെ കാര്യം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടെലികോളർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വേറ്റോൺ അല്ലെങ്കിൽ ഏതൊരു കമ്പനി ടെലികോളർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തായിരിക്കും, ആ കമ്പനിയുടെ വോയിസ് ആയിരിക്കും, ബ്രാൻഡ് വോയിസ് ആയിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നിങ്ങളുടെ സംസാരമാണ്, നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു, നിങ്ങൾ എന്ത് സംസാരിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. സോ നിങ്ങൾ കമ്പനിയുടെ ബ്രാൻഡ് വോയിസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ബാഡായിട്ട് ഒരാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഭയങ്കര നെഗറ്റീവ് ഒരാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, സോ അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മളുടെ ഫ്യൂച്ചറിൽ ഉണ്ടാക്കിയിരിക്കുക. ഓക്കെ, ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ മോശമായിട്ട് ഒരാളോട് പെരുമാറി, മോശമായിട്ട് ഒരാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നീട് എപ്പോഴെങ്കിലും ഇവരുടെ ഫാമിലിയിലോ ഇവരുടെ കസിൻസിലോ ഒരാളോട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് തന്നെ, ഒരു ഇന്ന കമ്പനി ആയിരുന്നു, എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനി ഭയങ്കര റോഡാണ്, ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലെ. സോ നിങ്ങളുടെ ബ്രാൻഡ് വോയിസ്, അതായത് നിങ്ങളുടെ വോക്കൽ എന്ന് പറയുന്ന സംഭവം എന്താണ്, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഈ വേറ്റോണിനെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡ് വോയിസ് ആണ്. നിങ്ങൾ കമ്പനിക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മിസ്ബിഹേവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബാഡ് വേർഡ്സ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ വരുത്താൻ പാടില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ ഇൻഫ്ലോ, അതായത് നമ്മുടെ കമ്പനിയിലേക്കുള്ള അഡ്മിഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ സെക്കൻഡ് ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ടും ടെലികോളിംഗ് നടത്തുന്നത് എന്തിനാണ്, ഒരു കമ്പനി ഒന്നാമത്തെ കസ്റ്റമർ സർവീസ് ആയിരിക്കും, പിന്നെ പറഞ്ഞാൽ സെയിൽസ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളുടെ ടെലികോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് ആണ് ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ടെലികോളിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് സിസ്റ്റം വരുന്നുണ്ട്, സിസ്റ്റം കറക്റ്റ് ഫോളോ ചെയ്യാം എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫാക്ട് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ടെലികോളർ, നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. മാക്സിമം നിങ്ങൾ ഈ വോയിസ് കേട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ മാത്രം ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാം. ഓക്കെ, ഇനി പ്രീ സ്റ്റെപ്സ്, നമ്മൾ ഒരു ടെലികോളിംഗ് ചെയ്യുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് സ്റ്റെപ്സ് എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോഷൻ ഡൗൺലോഡിംഗ് ആണ്. നമ്മൾ ട്രാക്കിംഗ് സിസ്റ്റമാണ് നോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്ക് നോഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ആ നോഷൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ കാർലൈസർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഏത് സിമ്മിലാണോ നിങ്ങൾ ടെലികോളിംഗ് ചെയ്യുന്നത് ആ സിമ്മായിട്ട് കണക്ട് ആക്കിയിട്ട് വെക്കുന്നത് വേണം. പിന്നെ ജിമെയിൽ ജിമെയിലും കണക്ട് ചെയ്യാം. നമ്മളിവിടെ കൊടുക്കുന്ന ഈ ജിമെയിൽ ഐ ഡി നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്ത് വെക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ വിളിച്ച ഡാറ്റ, ഒരു ടെലികോളർ വിളിച്ച ഡാറ്റ വീണ്ടും അടുത്ത ടെലികോളർ വിളിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ജിമെയിൽ അക്കൗണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ പറയാം, അപ്പോൾ ഞാനൊരാളെ എനിക്ക് ഡാറ്റ കിട്ടി, ഈ ഡാറ്റ അതിലടിക്കുമ്പോൾ തന്നെ, അത് ആ ഒരു നമ്പർ അടിക്കുന്ന സമയത്ത് തന്നെ ഈ നമ്പർ ഓൾറെഡി വേറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾക്ക് ഈ ജിമെയിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഈ പ്രീ സ്റ്റെപ്സിൻ്റെ ഒരു ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് അടുത്ത് വരുന്നുണ്ടായിരിക്കും. അത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രീ സ്റ്റെപ്സ് ഫുൾ എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെലികോളിംഗിലേക്ക് കിടക്കാം. ഇനി പ്രോസസ്സ്,
ഒരു ടെലികോളിംഗ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെയധികം, അതായത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വിട്ടുപോയാൽ പോലും നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് പ്രോസസ്സ് എന്ന് പറയുന്ന ഭാഗം. പ്രോസസ്സ് എന്താണ്? പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെലികോളിംഗ് ചെയ്യുന്നതിൻ്റെ ഡ്യൂട്ടീസ് ആണ് നമ്മുടെ പ്രോസസ്സിൽ പറയുന്നത്. ഫസ്റ്റത്തെ പ്രോസസ്സ് പറഞ്ഞാൽ അവയർനെസ് ആണ്. അവയർനെസ് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മുടെ കമ്പനി ആൾക്കാരിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ആൾക്കാർക്ക് സെർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ആൾക്കാരിലേക്ക് പാസ് ചെയ്യുന്നതാണ്. സോ അതാണ് അവയർനെസ് എന്ന് പറയുന്നത്. നമ്മൾ 100 പേർക്ക് അവയർനെസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താവും, ഒരു 10 പേർക്ക് അല്ലെങ്കിൽ 25 പേർക്ക് എന്താവും, ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ആവും. അതായത് നമ്മുടെ സർവീസിനോടോ നമ്മുടെ കോഴ്സിനോടോ എന്ത് ചെയ്യും, ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ആവും. ഈ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ആണ്. അതായത് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ആവുന്നതിന് നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ട്രസ്റ്റ് ബിൽഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവരെ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ നമ്മളെ കണക്ട് ചെയ്യും. സോ അവിടെ നമുക്ക് കണക്ട് എന്ന് പറയുന്ന അടുത്ത ഭാഗം വരുന്നത്. അതായത് നമ്മൾ കോഴ്സ് കൊടുക്കുന്ന പരസ്യം ചെയ്ത് കഴിഞ്ഞു, ഈ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കണക്റ്റഡ് എന്ന് പറയുന്ന നമ്പർ, ഒരു കണക്റ്റ് പറഞ്ഞ ഫോം വരും. സോ ഈ കണക്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോം വിളിക്കുന്നു, ഫോം വിളിച്ച ശേഷം അവരെ ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ 4 സ്റ്റേജുകൾ, ഇത് ചെറുതായിട്ട് പറയുന്നതാണ്. ഈ 4 സ്റ്റേജുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ ഫിൽറ്റർ ചെയ്ത് നമ്മൾ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യും. ഈ പ്രോസസ്സ് നിങ്ങൾ വ്യക്തമായിട്ട് വെക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓരോ സ്റ്റെപ്സിലായിരിക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. ഒന്നുകിൽ അവയർനെസ് സ്റ്റേജിലായിരിക്കും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സ്റ്റേജിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കണക്ട് സ്റ്റേജിലായിരിക്കും, പിന്നെ ക്ലോസർ. ഇങ്ങനെ 4 സ്റ്റേജുകളിലായിട്ടായിരിക്കും നമുക്ക് എന്തായിരിക്കാം, നമ്മൾ വിളിക്കുന്ന പാരൻസ്, അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ വിളിക്കുന്ന പാരൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങൾ തരുന്നതായിരിക്കും. ഇനി ഫാക്ട് ഷീറ്റ്. ഈ ഫാക്ട് ഷീറ്റിൻ്റെ ഫുൾ ട്രെയിനിങ് ഞാൻ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇതിന് മാത്രമായിട്ട് നമുക്കൊരു ക്ലാസ് വെക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പോൾ ഫാക്ട് ഷീറ്റ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഫാക്ട് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം നിങ്ങൾ ഒരു ടെലികോളിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ടെലികോളേഴ്സ് ഓൾറെഡി ഉണ്ടായിരിക്കും. സോ ഇവരെ കയ്യിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സുകൾ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ടെലികോളിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഡൗട്ട് വന്നു, നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ, ഈ ഡൗട്ട് വന്നു, നമുക്ക് ഈ കോഴ്സിൻ്റെ ഫീസ് എത്ര പറയണം, അങ്ങനെ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നോട്ട്സിലോ സേവ് ചെയ്ത് വെക്കുക. ഓരോ കോൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വന്ന ഫാക്ട് ഷീറ്റ്, നിങ്ങൾക്ക് വന്ന ഡൗട്ട്സുകൾ എന്താണോ അത് എഴുതി വെക്കുക. അത് നിങ്ങളുടെ ടീം ഹെഡിന് പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഡൗട്ട്സിന് ക്ലാരിറ്റി നിങ്ങൾ വരുത്തുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ഫാക്ട് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതോറും ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്നാ പറയുക. നമ്മളെ കസ്റ്റമേഴ്സ് നമ്മൾ ഫ്രീക്വൻ്റ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്താണോ അതിന് നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിലേക്ക് എഴുതി അത് നിങ്ങൾ ടീം ഹെഡിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. അപ്പോൾ ടീം ഹെഡ് നിങ്ങൾക്ക് അതിന് ഓരോന്നിനും എങ്ങനെ നിങ്ങൾ ആൻസർ കൊടുക്കണം, അതിന് എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രത്യേക ട്രെയിനിങ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫോൺ കോൾ ത്രൂ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇതാണ് ഫാക്ട് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ ആദ്യം ഫാക്ട് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഡേറ്റ് ആണ്. നമ്മൾ ഡേറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, എത്രാമത്തെ കോളിലാണ്, അത് നിങ്ങൾ ഡെയിലി വിളിക്കുന്ന സമയത്ത് എത്രാമത്തെ കോളിലാണ് നിങ്ങൾക്ക് ഈ ഡൗട്ട് വന്നത് എന്നുള്ളത് നോക്കണം. ഇനി അടുത്ത കാര്യം, നിങ്ങൾക്ക് ആ ഡൗട്ട് ചോദിച്ച സമയത്ത് പാരൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നുള്ള കാര്യം എഴുതി വെക്കുക. പാരൻ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് എഴുതി വെക്കുക. ഇങ്ങനെ ഈ ഫോർമാറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമുക്ക് അതിനകത്ത് റിപ്ലൈ കൊടുക്കാം എന്നുള്ള കാര്യം നിങ്ങൾ ടീം ഹെഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഹെഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് ഫാക്ട് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് യുവർ സിസ്റ്റം നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോഷൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് പെടുന്നതായിരിക്കും. ഇനി സിസ്റ്റം. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിൻ്റെ ട്രെയിനിങ് നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം തരുന്നതായിരിക്കില്ല, അതും ഇന്നത്തോടു കൂടി നമ്മൾ കഴിക്കുന്നതായിരിക്കും. സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണം, നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ടീം ഹെഡ് നിങ്ങൾക്കത് ഉണ്ടാവും, ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇത്ര കോൾ നിങ്ങൾ ചെയ്യണം, ഇത്ര ഫോളോ അപ്പ് നിങ്ങൾ ചെയ്യണം, ഇത്ര കോൾഡ് കോൾ നിങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടാർഗറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ ടാർഗറ്റ് അനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് 9 മണി, രാത്രി 9 മണി ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടീം ഹെഡിൽ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അത് ഫോർവേഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ടീം ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ക്ലാരിറ്റി അവർക്ക് വരുത്തി കൊടുക്കുക. ഫോളോ അപ്സ് എത്ര ഉണ്ട്, അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഡൗട്ട്സ് അവർക്ക് ഉണ്ടായിരിക്കും, ആ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. അതിനുശേഷം എല്ലാ ആഴ്ചകളിലും നമുക്ക് ഓപ്പറേറ്റിംഗ് ഹെഡുമായിട്ട്, മാർക്കറ്റിംഗ് ഓപ്പറേറ്റിംഗ് ഹെഡുമായിട്ട് എന്തുണ്ടാവും, നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. ആ മീറ്റിംഗ് നിങ്ങൾ കറക്റ്റ് അറ്റൻഡ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഫാക്ട് ഷീറ്റും നിങ്ങളുടെ മെൻറ്ററിന് മെൻറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീം ഹെഡിന് നിങ്ങൾ അയച്ചു കൊടുക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ്, നിങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇപ്പം നോഷൻ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പോകണം. അതേപോലെ തന്നെ നിങ്ങൾ നമ്പറുകൾ സേവ് ചെയ്യണം, ജിമെയിലിൽ നിങ്ങൾ നമ്പർ സേവ് ചെയ്യണം. പിന്നെ കാളേജ് റിപ്പോർട്ട് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ഡേ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ,
സോ ഇനി നമുക്ക് പ്രൊമോഷൻ്റെ കാര്യത്തിലേക്ക് പോകാം. കാരണം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കരിയർ ഗ്രോത്ത് വേണം. ഓക്കെ, കരിയർ ഗ്രോത്ത് നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും കിട്ടുന്നതായിരിക്കും ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് പ്രൊമോഷനിൽ വരുന്നത് 2 മാസം, അതായത് ഫസ്റ്റ് ജോയിൻ ചെയ്ത് 2 മാസത്തിനുള്ളിൽ നിങ്ങൾ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ബെറ്റർ പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെക്കുകയാണെങ്കിൽ, അഡ്മിഷൻസ് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ എന്ത് ചെയ്യും, അടുത്ത ലെവലിലേക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. കാരണം ഇവിടെ ഒരുപാട് പേര് ടെലികോളേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവിടെ ആ കോമ്പറ്റീറ്ററിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ടീം ഹെഡായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ടീം ഹെഡിൽ നിങ്ങൾക്ക് 5 ആൾക്കാരെയൊക്കെ നിങ്ങൾ ടീമിൻ്റെ അണ്ടറിൽ ഉണ്ടായിരിക്കുക, നിങ്ങൾ ടീമിലുണ്ടായിരിക്കുക 5 കുറവ് ആൾക്കാർ. സോ ഈ 5 ആൾക്കാരെ കൊണ്ട് കറക്റ്റ് ഒരു ടാർഗറ്റ് നിങ്ങൾ മീറ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ഓപ്പറേറ്റിംഗ് ഹെഡായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് കിട്ടുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊമോഷൻസ് വരാൻ. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ നിങ്ങൾക്ക് ഈ വേട്ടോൺ ത്രൂ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഡേ 1 നമ്മൾ പറയപ്പെടുന്ന നമ്മൾ ട്രെയിനിങ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളാണ് നമ്മുടെ ഡേ 1 എപ്പിസോഡിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ നെക്സ്റ്റ് ഡേയിലെ ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ടീം ഹെഡിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഡേ ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാളുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ വേണ്ടി പറ്റും. നിങ്ങൾ ട്രെയിനിങ് കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരിക്കില്ല, നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരിക്കില്ല. സോ നിങ്ങൾ എന്നാണോ വർക്കിലേക്ക് ലോഞ്ച് ചെയ്തത്, എന്നാണോ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്, അന്ന് മുതലായിരിക്കും നിങ്ങളുടെ കൗണ്ടിങ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി നിങ്ങൾ കഴിയുന്നതും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ടീം അയച്ചു തരുന്നതായിരിക്കും.